വെൽക്കം ബാക്ക് മൈ ഡിയേഴ്സ്. നമ്മളിനി പ്രാക്ടീസ് പേപ്പർ സെക്കൻഡാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ സെക്ഷൻ ബിയിലെ പ്രോബ്ലംസ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ടീച്ചറിനെ. അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫൈൻഡ് ദ മിഡ് പോയിൻ്റ് ഓഫ് ദ പോയിൻറ്റ്സ് എ ബി ആൻഡ് മൈനസ് എ ബി. സ്റ്റേറ്റ് ഇറ്റ്സ് പൊസിഷൻ. ഒരു ലൈൻ സെഗ്മെൻറ്റിൻ്റെ രണ്ട് എൻഡ് പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സ് തന്നാൽ നമ്മൾ മിഡ് പോയിൻ്റ് എങ്ങനെ കണ്ടുപിടിക്കും? x1 y1 x2 y2 ആണ് എൻഡ് പോയിൻറ്റ്സ് എങ്കിൽ ആ സെഗ്മെൻറ്റിൻ്റെ മിഡ് പോയിൻ്റ് എന്തായിരിക്കും? x1 + x2 / 2 y1 + y2 / 2 ആയിരിക്കും. അപ്പോൾ അതുപോലെ ഇവിടെ x1 y1 പകരം എ ബി, x2 y2 പകരം നെഗറ്റീവ് എ ബി. അപ്പോൾ x1 + x2 ഈസ് a + -a/2. അടുത്തത് എന്താ? b + b/2. ഇതാണ് മിഡ് പോയിൻ്റ്. a + -a എന്താ? a - a, ദാറ്റ് ഈസ് 0. 0/2 ഈസ് 0. അടുത്തത് b + b, 2b. 2b/2 എന്താ? b. അപ്പോൾ 0b ആണ് നമുക്ക് കിട്ടിയ മിഡ് പോയിൻ്റ്. ഇനി ഇതിൻ്റെ പൊസിഷൻ എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 0 ആണ് എക്സ് കോർഡിനേറ്റ്, വിച്ച് മീൻസ് ദിസ് പോയിൻ്റ് ഈസ് ഓൺ ദ വൈ ആക്സിസ്. അപ്പോൾ 0b, ദ മിഡ് പോയിൻ്റ് എന്തായിരിക്കും? ദ മിഡ് പോയിൻ്റ് ഈസ് ഓൺ ദ വൈ ആക്സിസ് സിൻസ് ദ എക്സ് കോർഡിനേറ്റ് ഈസ് 0. അപ്പോൾ വൈ ആക്സിസിലെ 0b എന്ന പോയിൻറ്റിലായിരിക്കും മിഡ് പോയിൻ്റ്. നെക്സ്റ്റ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് k ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ k5 ആൻഡ് 5k ഈസ് 0. രണ്ട് പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ആദ്യത്തെ പോയിൻറ്റ് k5, സെക്കൻഡ് പോയിൻറ്റ് 5k ആണ് കോർഡിനേറ്റ്സ്. അപ്പോൾ ഇത് x1 y1 എടുത്താൽ ഇത് x2 y2 എടുത്താൽ ഡിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? ഡിസ്റ്റൻസ് ഈക്വൽ ടു √of x2 - x1, ദാറ്റ് ഈസ് 5 - k all square plus y2 - y1 all square, അതായത് k - 5 all square. ഇതെന്താന്ന് തന്നിട്ടുണ്ട്? ഈക്വൽ ടു 0 ആണ് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് k ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമുക്ക് ഡിസ്റ്റൻസ് കിട്ടിയത്. അപ്പോൾ ഇത് സ്ക്വയർ ചെയ്താൽ ഈ ഒരു ഇക്വേഷൻ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താവും? റൂട്ട് പോവും അല്ലേ? അപ്പോൾ റൂട്ട് പോകുമ്പോൾ ബാക്കി എന്ത് വരും? 5 - k all square plus k - 5 all square ഈക്വൽ ടു 0², ദാറ്റ് ഈസ് 0. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ഇത് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യും? a - b all square, ആ ഒരു ഫോം. അപ്പോൾ a² ഇവിടെ എന്താ? 5², ദാറ്റ് ഈസ് 25 - 2ab, 2 × 5 × k, ദാറ്റ് ഈസ് 10k plus b² plus k² പ്ലസ് വീണ്ടും k - 5 all square, a - b. അപ്പോൾ a² എന്താ? k² -2ab, -2 × 5 × k, ദാറ്റ് ഈസ് 10k -5², ദാറ്റ് ഈസ് എന്താ? 25, 5² ഈക്വൽ ടു 0. ഇനി ഇതിൽ മൈനസ് ഇതെല്ലാം കൂടി ആദ്യം k² എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പോൾ k² + k² ബിക്കംസ് 2k², -10k -10k -20k, 25 + 25 ഈക്വൽ ടു 50 ഈക്വൽ ടു 0. ഇക്വേഷനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? ഇതിലെ 2 പോയി, എന്തായി? k². ഇനി 20/2 എന്താ? 10k പ്ലസ് 50/2 എന്താ? 25 ഈക്വൽ ടു 0/2 ഈസ് 0. അപ്പോൾ ഇക്വേഷൻ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ ദ വേരിയബിൾ k നമുക്ക് കിട്ടി. k² -10k + 25 ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നോക്കിയേ, ആദ്യത്തേത് k², അവസാനത്തെയും എന്താ? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് 25, വിച്ച് ഈസ് 5². ഇനി നടുക്ക് വന്നിരിക്കുന്നത് -10k, അതായത് 5 × 2 × k. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? k - 5 the whole square അല്ലേ? a - b all square എന്താ? a² - 2ab + b². അപ്പോൾ ഇവിടെ a² പകരം k², b² പകരം എന്തുണ്ട്? 25ഉം
2ab പകരം 10k ഉണ്ട്. അതായത് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? k മൈനസ് 5 ഓൾ സ്ക്വയർ അല്ലേ, കെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 5 ഇൻറ്റു കെ ദാറ്റ് ഈസ് 10k പ്ലസ് ബി സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ഈക്വൽ ടു 0. അപ്പോൾ ഒരു നമ്പർ അതിൻ്റെ സ്ക്വയർ 0 ആണെങ്കിൽ അത് ആ നമ്പർ എന്തായിരിക്കും? 0 ആയിരിക്കും. വിച്ച് മീൻസ് ഇഫ് k മൈനസ് 5 ഓൾ സ്ക്വയർ ഈക്വൽ ടു 0 ഇംപ്ലൈസ് എന്താ? k മൈനസ് 5 ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് എന്താ? k ഈക്വൽ ടു എന്തായിരിക്കും? ഈ മൈനസ് 5 0ൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ എന്താവും? പ്ലസ് 5 ആവും. ദാറ്റ് ഈസ് k ഈക്വൽ ടു 5. 13th question. Find all points on the y-axis which are equidistant from the points 4, 2 and negative 4, 2. 4, 2, negative 4, 2. ഈ രണ്ട് പോയിൻറ്റ്സിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസ് വരുന്ന ഒരു പോയിൻ്റ് എവിടത്തെ പോയിൻ്റാണ്? വൈ ആക്സിസിലുള്ള ഒരു പോയിൻ്റ്. വൈ ആക്സിസിലെ ഒരു പോയിൻറ്റിൽ നിന്ന് ഈ രണ്ട് പോയിൻറ്റ്സിലേക്കും ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കണം. അങ്ങനെ ഉള്ള പോയിൻറ്റ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് വൈ ആക്സിസിലെ പോയിൻ്റ് ആണെങ്കിൽ എന്തായിരിക്കും? എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ ലെറ്റ് 0y ബി ദ പോയിൻ്റ് ഓൺ ദ വൈ ആക്സിസ്. ലെറ്റ് 0y ബി ദ പോയിൻ്റ് ഓൺ ദ വൈ ആക്സിസ്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ഫ്രം 0y to 4, 2 എന്തായിരിക്കും? ഈക്വൽ ടു റൂട്ട് ഓഫ് 4 മൈനസ് 0 4 സ്ക്വയർ പ്ലസ് 2 മൈനസ് y ഓൾ സ്ക്വയർ. ഇനി അടുത്ത ഡിസ്റ്റൻസ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഡിസ്റ്റൻസ് ഫ്രം പോയിൻറ്റ് 0y ടു നെഗറ്റീവ് 4, 2 അതെന്തായിരിക്കും? ഈക്വൽ ടു റൂട്ട് ഓഫ് നെഗറ്റീവ് 4 മൈനസ് 0 സ്ക്വയർ ദാറ്റ് ഈസ് നെഗറ്റീവ് 4 സ്ക്വയർ പ്ലസ് 2 മൈനസ് y ദ ഹോൾ സ്ക്വയർ. ഈ രണ്ട് ഡിസ്റ്റൻസും എന്താ? ഈക്വൽ ആണെന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതായത് 0y എന്ന പോയിൻ്റ് ഈ പോയിൻറ്റിലേക്കും ഈ പോയിൻറ്റിലേക്കും ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഈക്വൽ ടു ഈ ഡിസ്റ്റൻസ്. ഇനി ഇത് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് പോവും. ബാക്കി ഇവിടെ നമുക്കിപ്പോൾ എന്ത് കിട്ടി? 16y മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 16y മൈനസ് 2 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ വൈക്ക് ഇവിടെ രണ്ട് ഭാഗത്തും എന്ത് തന്നെയാണ്? വൈ തന്നെയാണ്. ഇവിടെ വൈക്ക് ഏത് വാല്യൂ കൊടുത്താലും ഇതെന്തായിരിക്കും? ട്രൂ ആയിരിക്കും അല്ലേ? അതായത് വൈ ആക്സിസിലെ എല്ലാ പോയിൻറ്റ്സും ഈ രണ്ട് പോയിൻറ്റ്സിനും എന്തായിരിക്കും? ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് പോയിൻ്റ് നോക്കിയേ, 4, 2 നെഗറ്റീവ് 4, 2 ഇതെങ്ങനത്തെ പോയിൻ്റാണ്? എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ? മിറർ ഇമേജ് ഓഫ് എ പോയിൻ്റ് ഓർ റിഫ്ലക്ഷൻ ഓഫ് എ പോയിൻ്റ്. അത് നന്നായി പഠിച്ചിരിക്കണം. മിറർ ഇമേജ് ഓഫ് എ പോയിൻ്റ് ഓർ റിഫ്ലക്ഷൻ ഓഫ് എ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എങ്ങനെയാണ് വരാം? രണ്ട് എന്താ ഇതിൻ്റെ വാല്യൂസ് എന്തായിരിക്കും? സെയിം വാല്യൂസ് ആയിരിക്കും. പക്ഷേ സൈൻ ഒരെണ്ണത്തിൻ്റെ ഒരു കോർഡിനേറ്റിൻ്റെ എന്തായിരിക്കും? നെഗറ്റീവായിരിക്കും. മനസ്സിലായോ? ഇപ്പോൾ ഇവിടെ 4, 2 ഇവിടെയും 4, 2 തന്നെയാണ്. പക്ഷെ ഇവിടെ 4 എന്താണ്? ഇവിടെ നെഗറ്റീവ് വന്നു. ഇനി അതുപോലെ ഇങ്ങനെയും വരാം. 4 നെഗറ്റീവ് 2 4, 2 ഇങ്ങനെയും വരാം. ഇതും എന്ത് തന്നെയാണ്? റിഫ്ലക്ഷൻ ഓഫ് എ പോയിൻ്റ് ആണ്. അതായത് ഈ പോയിൻറ്റിൻ്റെ എന്താണ്? ഒരു മിററിൽ നോക്കുന്ന പോലെയാണ് ഈ പോയിൻറ്റിനെ കാണുക. ഇനി എലോങ് വിച്ച് ആക്സിസ്, ഏത് ആക്സിസിലാണ് ഇത് സിമ്മട്രിക് ആവണം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ വരണത്? ഏത് ആക്സിസിലൂടെയാണ്? എലോങ് വിച്ച് ആക്സിസ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് 4 എക്സ് കോർഡിനേറ്റ് ആണ്. ഇവിടുത്തെ എക്സ് കോർഡിനേറ്റിനാണ് എന്ത്? സൈൻ ഡിഫറെൻറ്റ് വരണത് അല്ലേ? അപ്പോൾ എക്സ് കോർഡിനേറ്റ് ഡിഫറെൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ വൈ ആക്സിസിലെ എലോങ് വൈ ആക്സിസിലായിരിക്കും എന്ത്? റിഫ്ലക്ഷൻ. അതായത് ഇപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെയാണ് 4, 2 എന്ന് വിചാരിക്കുക. ഇത് 4, 2 ഇവിടെ 4 ഇത് 2. ഇനി ഇവിടെ നെഗറ്റീവ് 4 ഇവിടെ 2. അപ്പോൾ ഇവിടെ ആയിരിക്കും ഈ പോയിൻ്റ് നെഗറ്റീവ് 4, 2. അപ്പോൾ ഈ രണ്ട് പോയിൻ്റ് മനസ്സിലായല്ലോ. അപ്പോൾ ഈ പോയിൻ്റ് ഏത് ആക്സിസിലാണ്? എലോങ് വിച്ച് ആക്സിസാണ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ മിറർ ഇമേജ് വരുന്നത്? എലോങ് വൈ ആക്സിസ്. വൈ ആക്സിസിലൂടെയാണ് റിഫ്ലക്ഷൻ വരുന്നത്. അതായത് ഈ ഒരു പോയിൻറ്റിൽ നിന്ന്
ഇങ്ങോട്ടേക്ക് 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 ഇങ്ങനെ എത്ര വൈ ആക്സിസിൽ ഏതൊരു പോയിന്റിലേക്ക് എടുത്താലും ഇതേ ലെങ്ത്ത് തന്നെയായിരിക്കും ഈ ഒരു പോയിന്റിൽ നിന്നും അതേ സെയിം പോയിന്റിലേക്കുള്ള ലെങ്ത്ത്. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും? എന്താണ്? ഫൈൻഡ് ഓൾ പോയിൻറ്റ്സ് ഓൺ ദ വൈ ആക്സിസ് വിച്ച് ആർ ഈക്വിഡിസ്റ്റൻസ്. അപ്പോൾ ദ പോയിൻറ്റ്സ് ഓൺ all the points on the y-axis are equidistant from 4 and -4 എന്തുകൊണ്ടാണ്? ഇത് വൈ ആക്സിസിലൂടെയാണ്. ഇത് ഒന്നാമത് ഇത് രണ്ട് പോയിൻറ്റ്സും എന്താണ്? മിറർ ഇമേജ് ഓഫ് എ പോയിൻ്റ് ആണ്. അതായത് മിറർ ഇമേജ് ഓഫ് -4 ആണ് 4 മിറർ ഇമേജ് ഓഫ് 4 ആണ് -4. അപ്പോൾ ഇത് എലോങ് വിച്ച് ആക്സിസ് ആണ് ഇതിൻ്റെ റിഫ്ലക്ഷൻ നടക്കുന്നത്? വൈ ആക്സിസിലൂടെ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്ന് വൈ ആക്സിസിൽ ഏതൊരു പോയിൻ്റ് എടുത്താലും ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും. ഇതേപോലത്തെ ഒരു കണക്കായിരുന്നു നമ്മൾ 8th പ്രോബ്ലം നോക്കിയത്. പക്ഷെ അവിടെ നമുക്ക് വന്ന പോയിൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ അതും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. അത് ഞാൻ ആദ്യം ചെയ്തിരുന്നത് തെറ്റായിരുന്നു, പിന്നെ ഞാനത് കറക്റ്റ് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ വന്ന പോയിൻറ്റ്സ് ഇതാണ്: 3, 2ഉം 3, 2ഉം 3, -2, 3, 2 and 3, -2. അപ്പോൾ ഇവിടെ സെയിം കോർഡിനേറ്റ് വരുന്നത് എക്സ് കോർഡിനേറ്റ്, ഡിഫറെൻറ്റ് കോർഡിനേറ്റ്സ് അതായത് സൈൻ ഡിഫറെൻറ്റ് വരുന്നത് ഏതാണ്? വൈ കോർഡിനേറ്റ് ആണ്. അപ്പോൾ വൈ കോർഡിനേറ്റിലാണ് സൈൻ്റെ ഡിഫറൻസ് വരണമെന്നുണ്ടെങ്കിൽ അത് എലോങ് എക്സ് ആക്സിസിൽ റിഫ്ലക്ഷൻ വരുന്ന പോയിൻ്റാണ്. അതായത് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 3 ഉണ്ട്, ഇവിടെ വൈയിൽ 2 ഉണ്ട്, ഇവിടെ -2 ഉണ്ട്. അപ്പോൾ 3, 2 എന്ന പോയിൻ്റ് എവിടെ വരും? ഇവിടെ വരും. 3, -2 എന്ന് പറഞ്ഞ പോയിൻ്റ് എവിടെ വരും? ഇവിടെ വരും. 3, 2, 3, -2. അപ്പോൾ ഇത് ഏത് ആക്സിസിലൂടെയാണ് റിഫ്ലക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അല്ലേ? ഇതേ വൈ ആക്സിസിലാണോ? ഇപ്പുറത്താണോ പോയിൻ്റ്? അല്ല, ഇത് എക്സ് ആക്സിസിൻ്റെ ഇപ്പുറത്താണ്. അതായത് കറക്റ്റ് ഈക്വൽ ഡിസ്റ്റൻസ്, എക്സ് ആക്സിസിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലാണ് 3, 2ഉം എക്സ് ആക്സിസിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലാണ് 3, -2. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ എന്താണ്? എക്സ് ആക്സിസിലെ പോയിൻറ്റ്സ് ആണ് ചോദിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ ഓൾ ദ പോയിൻറ്റ്സ് ഓൺ ദ എക്സ് ആക്സിസ് എന്ന് വന്നാണ്. പക്ഷേ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് വൈ ആക്സിസിലെ ഏത് പോയിൻറ്റിലേക്കാണ് ഈ രണ്ട് പോയിൻറ്റ്സും ഈക്വൽ ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. അത് നമുക്ക് ഏതാ കിട്ടിയത്? ഒറിജിൻ. ഈ ഒരു പോയിൻറ്റിലേക്ക് മാത്രമാണ് ഈ രണ്ട് പോയിൻറ്റിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് പോയിൻറ്റ്സ് ഹൂസ് ഡിസ്റ്റൻസസ് ഫ്രം x axis and y axis are 7 and 9 respectively. ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിൻറ്റ്സ്. പോയിൻറ്റ്സുകളുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക. എങ്ങനത്തെ പോയിൻറ്റ്സ് ആണ്? എക്സ് ആക്സിസ് ഡിസ്റ്റൻസ്, എക്സ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് 7ഉം വൈ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് 9ഉമായിട്ട് വരുന്ന പോയിൻറ്റ്സുകളുടെ കോർഡിനേറ്റ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചിലവർക്ക് പെട്ടെന്ന് തന്നെ 7, 9, എക്സ് ആക്സിസിൽ നിന്ന് 7, വൈ ആക്സിസിൽ നിന്ന് 9. ഇത് ശരിയാണോ? ഇത് ശരിയല്ല. കാരണം എക്സ് കോർഡിനേറ്റ് എന്ന് വെച്ചാൽ എന്താണ് അതിൽ നിന്ന് അർത്ഥമാക്കുന്നത്? എക്സ് കോർഡിനേറ്റ് മീൻസ് ഡിസ്റ്റൻസ് ഫ്രം ദ വൈ ആക്സിസ്. വൈ ആക്സിസിൽ നിന്ന് ഇങ്ങോട്ടേക്കോ അതായത് വലത്തോട്ടോ ഇടത്തോട്ടോ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ എന്ന് പറയുന്നതാണ് എക്സ് കോർഡിനേറ്റ്. ഇനി വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വൈ കോർഡിനേറ്റ് ഈസ് ഡിസ്റ്റൻസ് ഫ്രം ദ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ നിന്ന് മുകളിലോട്ടാണോ അപ്പാണോ ഡൗൺ ആണോ അതാണ് എന്ത്? വൈ കോർഡിനേറ്റ്. അപ്പോൾ അത് തെറ്റിപ്പോവരുത്. എക്സ് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ഫ്രം വൈ ആക്സിസും വൈ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ഫ്രം എക്സ് ആക്സിസും ആണ്. അപ്പോൾ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ഫ്രം ദ വൈ ആക്സിസ് വിച്ച് ഈസ് ഈക്വൽ ടു 9. അടുത്തത് വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ഫ്രം എക്സ് ആക്സിസ് വിച്ച് ഈസ് ഈക്വൽ ടു 7. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്, നമുക്കറിയാം. ഫിസിക്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഡിസ്റ്റൻസിന് എന്തില്ല? ഡയറക്ഷൻ പറയണില്ല. അതായത് നെഗറ്റീവ് പറയില്ല. ഡിസ്റ്റൻസ് എപ്പോഴും നമ്മളെങ്ങനെ എഴുതുക? പോസിറ്റീവ്.
ഇപ്പോൾ ഡിസ്റ്റൻസ് അതുപോലെ ഇപ്പോൾ ലെങ്ത് ഓഫ് എ റെക്റ്റാങ്കിൾ എല്ലാം നമുക്ക് എന്താണ് പോസിറ്റീവ് വാല്യൂ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ജസ്റ്റ് ആ ഒരു ഡിസ്റ്റൻസ്, അത് അങ്ങോട്ടേക്കോ ആവാം, അതായത് റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ആവാം, അപ്പോ ആവാം ഡൗൺ ആവാം, എങ്ങനെയും വേണമെങ്കിലും ആവാം. അപ്പോൾ അങ്ങനത്തെ ഡിസ്റ്റൻസ് ഉള്ള പോയിൻറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ എത്ര പോയിൻറ്റ്സ് ഉണ്ടാവും? ഈ ഒരു 9, 7 മാത്രമാണോ പോയിൻറ്റ്? അല്ല, അതായത് 9, 7 ഒരു പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് കിട്ടി. ഇനി അടുത്ത പോയിൻറ്റ് -9, -7 ആയാലും എന്തായിരിക്കും? ഡിസ്റ്റൻസ് ഫ്രം എക്സ് ആക്സിസ് 7, അതായത് 7 യൂണിറ്റ് ആയിരിക്കും. ഡിസ്റ്റൻസ് ഫ്രം വൈ ആക്സിസ് എന്തായിരിക്കും? ഈ പോയിൻറ്റിലും 9 തന്നെയായിരിക്കും. അതായത് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു മാഗ്നിറ്റ്യൂഡ്, അത് മാത്രം നോക്കിയാൽ മതി. ഇനി അടുത്തത് ഇതേപോലെ അടുത്ത ക്വാഡ്രൻറ്റിൽ ഉണ്ടാവും 9, -7 ഉണ്ടാവും, -9, 7 ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ 4 പോയിൻറ്റ്സ് നമുക്ക് കിട്ടി. എന്ത്? ഈ ഡിസ്റ്റൻസ് ഫ്രം എക്സ് ആക്സിസ് 7ഉം ഡിസ്റ്റൻസ് ഫ്രം വൈ ആക്സിസ് 9ഉം ആയിട്ടുള്ള 4 പോയിൻറ്റ്സ് നമുക്ക് ഈച്ച് ക്വാഡ്രൻറ്റിൽ കിട്ടിയിട്ടുണ്ട്. സെക്ഷൻ സിയിലെ 3 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചെക്ക് വെദർ ദ പോയിൻറ്റ്സ് 2, 1, 4, 5, 6, 9 ആർ കൊളീനിയർ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു കൊളീനിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള എളുപ്പം എന്താണ്? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 എല്ലാ പോയിൻറ്റ്സിൻ്റെയും എല്ലാ പെയറിൻ്റെയും കണ്ടുപിടിക്കുക. അതായത് ഈ 2 പോയിൻറ്റ്സിൽ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1, ഈ 2 പോയിൻറ്റ്സിലും ആ സെയിം റേഷ്യോ കണ്ടുപിടിക്കുക. ഈ 2 പോയിൻറ്റിൻ്റെയും സെയിം റേഷ്യോ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എല്ലാം സെയിം ആയിട്ട് കിട്ടുകയാണെങ്കിൽ അത് കൊളീനിയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അത് ആ ഒരു കോൺസെപ്റ്റ് നിങ്ങളെ പഠിപ്പിക്കാത്തത് കൊണ്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. ഈ 1 മാർക്ക് ക്വസ്റ്റ്യൻ, അതായത് സ്റ്റെപ്സ് ഒന്നും എഴുതാതെ ജസ്റ്റ് ആൻസർ മാത്രം എഴുതേണ്ട ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് കൊളീനിയാരിറ്റി കണ്ടുപിടിക്കാം. ഇങ്ങനത്തെ 3 മാർക്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഈ 3 പോയിൻറ്റ്സും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എല്ലാം കണ്ടുപിടിക്കണം. അപ്പോൾ ഈ പോയിൻറ്റിന് ലെറ്റ് എ ബി എന്താ 2, 1, ബി എന്ന് പറയുന്നത് 4, 5, സി 6, 9 എടുത്തു. ഇനി നമുക്ക് എ ടു ബി വരെയുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് എ ബി, ഈക്വൽ ടു എന്ത് കിട്ടും? റൂട്ട് ഓഫ് 4 മൈനസ് 2 x2 മൈനസ് x1 സ്ക്വയർ, ദാറ്റ് ഈസ് 4 മൈനസ് 2 എന്താ? 2 സ്ക്വയർ പ്ലസ് 5 മൈനസ് 1 അതെത്രയാ? 4 സ്ക്വയർ. അതായത് എത്രയാ? 4 പ്ലസ് 16 ഈക്വൽ ടു റൂട്ട് 20. റൂട്ട് 20നെ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് 20 ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റുക? റൂട്ട് 20നെ നമുക്ക് റൂട്ട് 5 ഇൻറ്റു 4 എന്ന് എഴുതാം അല്ലേ? 4ൻ്റെ റൂട്ട് നമുക്കറിയാം എന്താ? 2. ഇനി റൂട്ടിൻ്റെ ഉള്ളിൽ ബാക്കി എന്താണുള്ളത്? 4ൻ്റെ റൂട്ട് ഓൾറെഡി നമ്മൾ എഴുതി, അപ്പോൾ ആ 4 പോയി. ഇനി അടുത്തത് റൂട്ടിൻ്റെ ഉള്ളിൽ എന്ത് മാത്രമേ ഉള്ളൂ? 5. റൂട്ട് 2 റൂട്ട് 5 എന്ന് എഴുതാം. ഇനി ബി സി കണ്ടുപിടിക്കാം നമുക്ക്. ബി സി ഈക്വൽ ടു റൂട്ട് ഓഫ് x2 മൈനസ് x1 ദാറ്റ് ഈസ് 6 മൈനസ് 4 2 സ്ക്വയർ പ്ലസ് 9 മൈനസ് 5. 9 മൈനസ് 5 എന്താ? 4. അപ്പോൾ 4 സ്ക്വയർ ഈക്വൽ ടു എന്ത് തന്നെയാണ്? സെയിം തന്നെ. 4 പ്ലസ് 16 ഈക്വൽ ടു റൂട്ട് 20 ഈക്വൽ ടു 2 റൂട്ട് 5. ഇനി അടുത്തത് നമുക്ക് എ ടു സി വരെയുള്ള ഡിസ്റ്റൻസ്, എ സി ഈക്വൽ ടു റൂട്ട് ഓഫ് 6 മൈനസ് 2 എന്താണ്? 4 സ്ക്വയർ പ്ലസ് 9 മൈനസ് 1 9 മൈനസ് 1 എന്താ? 8 സ്ക്വയർ ഈക്വൽ ടു 4 സ്ക്വയർ ഈസ് 16, 8 സ്ക്വയർ ഈസ് 64 ഈക്വൽ ടു റൂട്ട് 64 പ്ലസ് 16 എന്താ? 80. 80നെ നമുക്ക് എങ്ങനെ എഴുതാം? 80 ഈക്വൽ ടു റൂട്ട് ഓഫ് 16 ഇൻറ്റു 5 ആണ് 80 അല്ലേ? 16 ഇൻറ്റു 5. ഇനി അതല്ല, നിങ്ങൾക്ക് 8 ഇൻറ്റു 10 അല്ലെങ്കിൽ 80യുടെ പ്രൈം ഫാക്ടറൈസ് ചെയ്തിട്ട് അതിൻ്റെ റൂട്ട് കണ്ടുപിടിച്ചാലും മതി. അപ്പോൾ 80 ഈക്വൽ ടു എന്ത് കിട്ടി? റൂട്ട് 16 ഇൻറ്റു 5. 16ൻ്റെ റൂട്ട് നമുക്കറിയാം എന്താ? 4. അപ്പോൾ 4 എഴുതി. ബാക്കി ഇനി റൂട്ടിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? റൂട്ട് 5. എന്ത് മനസ്സിലായി? എ ബി പ്ലസ് ബി സി, എ ബി പ്ലസ് ബി സി എന്താണ്? 2 റൂട്ട് 5 പ്ലസ് 2 റൂട്ട് 5 ഈക്വൽ ടു എന്താ? 4 റൂട്ട് 5 വിച്ച് ഈസ് ഈക്വൽ ടു എന്താ? എ സി. അതായത് എ ബി പ്ലസ് ബി സി ഈക്വൽ ടു എ സി വിച്ച് മീൻസ് എന്താ? 2, 1, 4, 5 ആൻഡ് 6, 9 എ ബി സി. all these
പോയിൻറ്റ്സ് ആർ എന്താ കൊളീനിയർ, അതായത് ഒരേ ലൈനിലെ പോയിൻറ്റ്സ് ആണ്. മനസ്സിലായി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ ട്രയാങ്കിൾ വിത്ത് വെർട്ടിസസ് 0, 0, 9, 0, 0, 12 ഈസ് റൈറ്റ് ആംഗിൾഡ്. ബി സി എന്ന് പറയുന്നത് എങ്ങനത്തെ ലൈനാണ്? ഹൊറിസോണ്ടൽ ലൈനാണ്. ഈ ലൈനിൻ്റെ ലെങ്ത്ത് എന്താണ്? 9 അല്ലേ? ഈ ബി സി എന്ന് പറയുന്നത് അതായത് എക്സ് ആക്സിസിലെ ഒരു ഭാഗമാണ്. കാരണം ഇത് 0, 0 ആണ്, ഇത് 9, 0 ആണ്. ഈ രണ്ട് പോയിൻറ്റും എവിടെയുള്ള പോയിൻ്റാണ്? എക്സ് ആക്സിസിലെ പോയിൻ്റാണ്. വിച്ച് മീൻസ് ബി സി ഈസ് എ പാർട്ട് ഓഫ് എക്സ് ആക്സിസ്, ഈസ് എ ലൈൻ സെഗ്മെൻറ്റ് ഓഫ് എക്സ് ആക്സിസ്. ഇനി അതുപോലെ എ ബി എന്ന് പറയുന്നത് നോക്കിയേ, 0, 0, 0, 12, അതായത് ഒറിജിനും അടുത്ത പോയിൻ്റ് എവിടെയാണ്? വൈ ആക്സിസിലെ പോയിൻ്റാണ്. സിൻസ് എക്സ് കോർഡിനേറ്റ് ഈസ് 0, എക്സ് കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് 0, 12 എന്ന് പറഞ്ഞ പോയിൻ്റ് എവിടെയുള്ള പോയിൻ്റാണെന്ന് നമുക്കറിയാം? വൈ ആക്സിസിലെ പോയിൻ്റാണെന്നറിയാം. അപ്പോൾ നമുക്കിപ്പോൾ എന്തൊക്കെ അറിയാം? ബി ഒറിജിനാണ്, സി എന്താണ്? ഓൺ ദ എക്സ് ആക്സിസ് ആണ്. അതുകൊണ്ട് ബി സി എന്താണ്? ലൈൻ സെഗ്മെൻറ്റ് ഓഫ് എക്സ് ആക്സിസ്. എക്സ് ആക്സിസിലെ ഒരു പീസ്. അടുത്തത് എ എന്ന് പറയുന്നത് എന്താണ്? ഓൺ ദ വൈ ആക്സിസ് പോയിൻ്റാണ്. വൈ ആക്സിസിലെ പോയിൻ്റാണ് സിൻസ് എക്സ് കോർഡിനേറ്റ് ഈസ് 0. അപ്പോൾ എ ബി എന്ന് പറയണത് എന്താ? ലൈൻ സെഗ്മെൻറ്റ് ഓഫ് വൈ ആക്സിസ്. അപ്പോൾ ബി സി എക്സ് ആക്സിസും എ ബി വൈ ആക്സിസും ആണെങ്കിൽ, ഇപ്പോൾ ബി സി എക്സും എ ബി വൈയും ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? എക്സ് ആക്സിസും വൈ ആക്സിസും എന്താണ്? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് അല്ലേ? അപ്പോൾ എ ബിയും ബി സിയും എങ്ങനത്തെ ലൈൻസാണ്? പെർപെൻഡിക്കുലർ ലൈനാണ്. അപ്പോൾ എ ബി ആൻഡ് ബി സി ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ, വിച്ച് മീൻസ് എന്താ? ആംഗിൾ എ ബി സി, ഈ ബി എന്ന ഈ ഒറിജിനിലെ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് എന്താ? 90 ഡിഗ്രി. വിച്ച് മീൻസ് ട്രയാങ്കിൾ എ ബി സി ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഇത് ഒരു വഴി പ്രൂവ് ചെയ്യാനുള്ളത്. ഇനി ഇതല്ലാത്ത വഴി നോക്കാം. ബി സി ഹൊറിസോണ്ടൽ ലൈനാണ് അല്ലേ? അപ്പോൾ ബി സിയുടെ ലെങ്ത്ത് നമുക്കറിയാം. ബി സി ഈക്വൽ ടു എന്താ? 9. എ ബിയുടെ ലെങ്ത്ത് അറിയാം, അത് വെർട്ടിക്കൽ ലൈൻ ആയതുകൊണ്ട് വൈ കോർഡിനേറ്റ്സുകളുടെ ഡിഫറൻസ്, ദാറ്റ് ഈസ് എ ബി ഈക്വൽ ടു 12. ഇനി എ സി എത്രയാണ്? എ സി ഈക്വൽ ടു ഫ്രം ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് എ സി എത്രയായിരിക്കും കിട്ടുക? ഇപ്പം 9 - 0 9 സ്ക്വയർ പ്ലസ് 0 - 12 -12 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 9 square is 81, 12 square is 144 equal to root 225, which is equal to 15 centimeter. But using the distance formula we get the length of the line segment AC, which is the hypotenuse ആണെന്ന് നമ്മൾ വിചാരിക്കണം. നമ്മളിവിടെ ഈ ഒരു കഴിഞ്ഞ കോൺസെപ്റ്റ് വെച്ചല്ല, ഇത് വേറെ ഒരു കോൺസെപ്റ്റ് വെച്ച്, അതായത് പൈതഗോറസ് തിയറം വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യണത്. അപ്പോൾ ഇത് എത്ര കിട്ടി? 15 സെൻറ്റിമീറ്റർ കിട്ടി. ഇനി അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ ലെങ്ത് ഉള്ളത് ഏതാ? എ സി. അപ്പോൾ അതായിരിക്കും ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൽ എപ്പോഴും ലാർജസ്റ്റ് അല്ലെങ്കിൽ ലോങ്ങസ്റ്റ് സൈഡ് ഈസ് ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഷുഡ് ബി ഈക്വൽ ടു എന്ത് കിട്ടണം? എ സി സ്ക്വയർ കിട്ടണം. അപ്പോൾ ആദ്യം എ ബി സ്ക്വയറും ബി സി സ്ക്വയറും ചെക്ക് ചെയ്യാം. എത്രയാ? എ ബി സ്ക്വയർ 12 സ്ക്വയർ പ്ലസ് 9 സ്ക്വയർ ഈക്വൽ ടു 144 പ്ലസ് 81 ഈക്വൽ ടു 225, വിച്ച് ഈസ് ഈക്വൽ ടു എ സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 15 സ്ക്വയർ, ദാറ്റ് ഈസ് 225. അതായത് പൈതഗോറസ് തിയറം വെച്ച് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി. വിച്ച് മീൻസ് ട്രയാങ്കിൾ എ ബി സി ഈസ് എ right angled triangle. 17th question, find a point on the x-axis equidistant from the points 2, 6 and 6, 6. 2, 6, 6, 6 ആണ് എന്ത്?
തന്നിരിക്കുന്ന പോയിൻറ്റ്സ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സെയിം വൈ കോർഡിനേറ്റ് ആണ്. സെയിം വൈ കോർഡിനേറ്റ് എന്ന് വെച്ചാൽ എന്താണ് ഇംപ്ലൈ ചെയ്യണത്? എന്താണ്? ഹൊറിസോണ്ടൽ ലൈനാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ രണ്ട് പോയിന്റിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലുള്ള ഒരു പോയിൻ്റാണ് കണ്ടുപിടിക്കുന്നത് ഓൺ ദി എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ ഉള്ള ഒരു പോയിന്റ്. അപ്പോൾ എക്സ് ആക്സിസിലെ പോയിന്റ് ആണെങ്കിൽ വൈ എന്തായിരിക്കും? ഓൺ എക്സ് ആക്സിസ് വൈ കോർഡിനേറ്റ് വൈ ഈക്വൽ ടു എന്താ? 0. അപ്പോൾ ലെറ്റ് x0 be the point which is equidistant from 26 and 66. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. x0 ആണ് ഏത്? എക്സ് ആക്സിസിലെ പോയിന്റ്. അപ്പോൾ നമുക്ക് ഈ ഓരോന്നിൻ്റെയും ഡിസ്റ്റൻസ് എങ്ങനെ നോക്കാം? റൂട്ട് ഓഫ് എക്സ് 2 മൈനസ് എക്സ് എടുക്കാം. 2 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് 6 മൈനസ് 0 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് 6 സ്ക്വയർ. ഇനി അത് ഏതിനോട് ഈക്വൽ തന്നെയായിരിക്കും? ഈ രണ്ട് പോയിൻറ്റ്സും തമ്മിലുള്ള ഡിസ്റ്റൻസിനോട് ഈക്വൽ ആയിരിക്കും. ഈക്വൽ ടു 6 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് 6 മൈനസ് 0 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് 6 സ്ക്വയർ. അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് പോവും. അപ്പോൾ ബാക്കി നമുക്ക് എന്താ ഇവിടെ വരുന്നത്? 2 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ ഈക്വൽ ടു 6 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ. 6 സ്ക്വയർ ഈക്വൽ ടുവിൻ്റെ രണ്ട് സൈഡിലും ഉണ്ട്. അപ്പോൾ ഇതെന്തായി? ക്യാൻസലായി പോവും. അപ്പോൾ ബാക്കി എന്ത് വരും? 2 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു 6 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. 2 മൈനസ് എക്സ് സ്ക്വയർ എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുക? 4 2 സ്ക്വയർ ദാറ്റ് ഈസ് 4 മൈനസ് 2ab 2 ഇൻറ്റു 2 ഇൻറ്റു എക്സ് ദാറ്റ് ഈസ് 4x പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ഇനി 6 മൈനസ് എക്സിൻ്റെ എക്സ്പാൻഷൻ 6 സ്ക്വയർ ദാറ്റ് ഈസ് 36 മൈനസ് 2 ഇൻറ്റു 6 ഇൻറ്റു എക്സ് ദാറ്റ് ഈസ് 12x പ്ലസ് എക്സ് സ്ക്വയർ. ഇവിടെ രണ്ടെണ്ണത്തിലും എക്സ് സ്ക്വയർ കോമൺ ആണ്. ഇനി ബാക്കി എന്താ ഉള്ളത്? ഇവിടെ നെഗറ്റീവ് 12x ഉണ്ട്. ഈ നെഗറ്റീവ് 12xനെ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ അത് പോസിറ്റീവ് 12x. ഇവിടെ ഓൾറെഡി ആരുണ്ട്? നെഗറ്റീവ് 4x ഉണ്ട്. ഈ 4നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അപ്പോൾ അത് നെഗറ്റീവ് 4 ആയി. അതായത് 32. ഇത് 8x ഈക്വൽ ടു 32 ആണെങ്കിൽ x ഈക്വൽ ടു എന്തായിരിക്കും? 32 ഡിവൈഡഡ് ബൈ 8 ദാറ്റ് ഈസ് 4. അതായത് 2666 എന്നീ രണ്ട് പോയിൻറ്റ്സുമായിട്ട് ഈക്വൽ ഡിസ്റ്റൻസ് വരുന്ന പോയിൻ്റ് ഏതാണ്? x0 എന്ന പോയിൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ആ x0 എന്ന പോയിന്റിൽ ഇവിടെ നമുക്ക് x ഈക്വൽ ടു എന്ത് കിട്ടി? 4 എന്ന് കിട്ടി. അതായത് 40 is the point which is equidistant from the points 26 and 66.